നമസ്കാരം. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. രാജ്യത്തിന്റെ നിലവിലെ സൈനിക ഓപ്പറേഷനുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധ മന്ത്രിയെ പ്രധാനമന്ത്രി പുറത്താക്കിയത്. പ്രതിരോധ വകുപ്പ് മന്ത്രിയായി ഇസ്രായേൽ കാറ്റ്സ് ചുമതലയേൽക്കുമെന്നാണ് വിവരം. യുദ്ധത്തിന്റെ നടുവിൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഇടയിൽ പൂർണ്ണ വിശ്വാസം അത്യാവശ്യമാണ്. ആദ്യ മാസങ്ങളിൽ വളരെയധികം വിശ്വാസവും ഫലപ്രദമായ പ്രവർത്തനവും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആ വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. യോവ് ഗാലന്റിനെ പുറത്താക്കിയതിന് പിന്നാലെ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തുന്ന പ്രതികാര നടപടിയെ ചൊല്ലി ഇരുവരും പലതവണ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. ഗാസ യുദ്ധത്തിലുടനീളം ഗാലന്റും നെതന്യാഹുവും തമ്മിൽ പരസ്പരം കൊമ്പ് കോർത്തിരുന്നു. 2023 മാർച്ചിൽ തനിക്കെതിരെ വ്യാപക തെരുവ് പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ പ്രതിരോധ മേധാവിയെ പുറത്താക്കാൻ നെതന്യാഹു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടെ ഇറാൻ ഏത് നിമിഷവും ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീതിയെ തുടർന്ന് ഇറാനെതിരെ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചുള്ള പടപ്പുറപ്പാടിലാണെന്നാണ് വിവരം. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനും ജനുവരി 20-ന് പുതിയ ഗവൺമെന്റിന്റെ സ്ഥാനാരോഹണത്തിനും ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഇറാനെതിരെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ്. ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനി ശനിയാഴ്ച ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ വീണ്ടും ഭീഷണി മുഴക്കി രംഗത്തെത്തിയിരുന്നു. ശത്രുക്കൾ സയനിസ്റ്റ് ഭരണകൂടമായാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയായാലും തീർച്ചയായും അവർക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് തക്കതായ ഒരു തകർപ്പൻ പ്രതികരണം ലഭിക്കും എന്നായിരുന്നു ഖമേനിയുടെ ഭീഷണി. ഷിയ രാജ്യത്തിലെ സൈനിക സൈറ്റുകൾ പ്രധാനമായും ലക്ഷ്യം വെച്ച ഇസ്രായേൽ ആക്രമണങ്ങളോടുള്ള ഖമേനിയുടെ പ്രാരംഭ പ്രതികരണം സൗമ്യമായിരുന്നു. ആക്രമണം അതിശയോക്തിയോ ചെറുതാക്കുകയോ ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം കൂടുതൽ ആക്രമണാത്മക നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം ഖമേനിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദി ഗോൾ പയേഗാനിയും ഇസ്രയേലിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇറാനിയൻ ആക്രമണങ്ങൾ ഉഗ്രവും അതിഭീകരവും ആയിരിക്കുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. കൂടുതൽ ആയുധങ്ങളും ശക്തമായ പോർമുനകളും ഉൾപ്പെടുന്ന മുൻ ഇറാൻ ആക്രമണത്തെക്കാൾ ശക്തമായ ആക്രമണമാണ് ഇനി ഉണ്ടാകുകയെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നായിരുന്നു ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയത്. ഇറാന്റെ ആക്രമണങ്ങൾ ശക്തമായി നേരിടുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. മേഖലയിൽ ഇസ്രയേലിനുള്ള പ്രതിരോധ പിന്തുണയും അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബറിൽ F-16 യുദ്ധവിമാനങ്ങളുടെയും ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുടെയും ഒരു സ്ക്വാഡ്രൺ ഖത്തറിൽ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ 6 അധിക അമേരിക്കൻ B-52 ബോംബറുകളും വാരാന്ത്യത്തിൽ എത്തിയതായും റിപ്പോർട്ടുണ്ട്. അതേസമയം അമേരിക്കൻ യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിൽ ഭീതിയിലായത് ഇസ്രയേലാണ്. അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് ഇത്തരമൊരു റിപ്പോർട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് കൈമാറിയത്. ഇറാന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിന് ശേഷമാണ് ആധുനിക ബോംബറുകൾ ഉൾപ്പെടെയുള്ള സൈനിക സജ്ജീകരണങ്ങൾ മേഖലയിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഡിസ്ട്രോയിഡറുകൾ, ഫൈറ്റർ സ്ക്വാഡ്രൺ, ടാങ്കർ എയർക്രാഫ്റ്റുകൾ, B-52 ലോങ് റേഞ്ച് സ്ട്രൈക്ക് ബോംബറുകൾ എന്നിവയാണ് പുതുതായി മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ ഭീഷണി വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാനെയും സഖ്യകക്ഷികളെയും സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത മുറിവുകളാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലും ലെബനനിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഭീകരരെയാണ് തങ്ങൾ നിഷ്കാസനം ചെയ്യുന്നതെന്ന ഇസ്രയേലിന്റെ വാദം യുക്തിക്ക് നിരക്കാത്തതാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സാധാരണക്കാരെയാണ് ഇസ്രയേൽ കൂട്ടഹത്യക്കിരയാക്കുന്നത്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ 43,314 പേർ കൊല്ലപ്പെടുകയും 1,02,019 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനനിൽ 2,968 പേർ കൊല്ലപ്പെടുകയും 13,319 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആ രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 300-ലധികം സൈനികർ ഉൾപ്പെടെ 1,200-ഓളം ഇസ്രയേലികളാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഗാസയിലെ സൈനിക നടപടിയിൽ 366 ഇസ്രായേൽ സൈനികരും ഇതുവരെ കൊല്ലപ്പെട്ടു. ഇതിന് പുറമെ ഗാസയിലും ലെബനനിലും സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളും വളരെ വലുതാണ്. എന്നാൽ ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ആക്രമണങ്ങൾ ഏറെ നാൾ അതിജീവിക്കാൻ ഇസ്രയേലിന് ത്രാണിയില്ലെന്നും അമേരിക്കൻ സഹായം കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നതെന്നുമാണ് ഖമേനി ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രയേലിനെ രക്തരക്ഷസുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയും ഇറാൻ മുതൽ പലസ്തീൻ വരെയുമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ഒത്തുചേരണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തിരുന്നു.
ഇതിനെല്ലാം ചേർത്ത് ഒരു മറുമരുന്നെന്ന രീതിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെ വീണ്ടും യുദ്ധഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. തങ്ങളുടെ സൈനിക കരുത്തിൽ അഹങ്കരിക്കുകയാണ് നെതന്യാഹുവും ഇസ്രായേൽ എന്ന ജൂതരാജ്യവും. ലോകത്ത് എത്ര ഉന്നതനായാലും അവരെ ഏത് സ്ഥലത്ത് വെച്ചും വകവരുത്തുവാനുള്ള പ്രത്യേക വൈദഗ്ധ്യമാണ് ഇസ്രായേലിന്റെ മൊസാദിനുള്ളത്. അമേരിക്കൻ ചാരസംഘടനയായ CIA വെല്ലുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച മൊസാദ് തന്നെയാണ് ഗാസയിലെയും ലെബനനിലെയും സകല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. ഇറാനിൽ കയറി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ വകവരുത്തിയതും ഇതിന് പിന്നാലെ ഗാസയിലും ലെബനനിലും നടത്തിയ കൂട്ടക്കുരുതിയുമെല്ലാം മൊസാദ് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്.